യൂണിറ്റ് 9 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആഡിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. പ്രൈസ് ഓഫ് ബാംഗിൾസ്. Price of a dozen bangles is 25 rupees. Meenu bought 4 dozen red bangles and 3 dozen blue. What is the total price? അതായത് ഒരു ഡസൻ ബാംഗിൾ എന്ന് പറഞ്ഞാൽ വളകൾ അല്ലെ, ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ വളകൾ. ഒരു ഡസൻ ബാംഗിൾസിന്റെ റേറ്റ് 25 ആണ്. മീനു 4 ഡസൻ റെഡ് ബാംഗിൾസും 3 ഡസൻ ബ്ലൂ ബാംഗിൾസും വാങ്ങി. ടോട്ടൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1 ഡസൻ എന്ന് പറഞ്ഞാൽ മീൻസ് 12 ആണ്. അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ് കേട്ടോ. നമുക്ക് കാണേണ്ടത് ടോട്ടൽ പ്രൈസ് എത്രയാണെന്നാണ് അല്ലേ. 2 മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രൈസ് ഓഫ് എ ഡസൻ ബാംഗിൾസ് എത്രയാണ്? 25 rupees ആണ്. ദെൻ പ്രൈസ് ഓഫ് 4 ഡസൻ റെഡ് ബാംഗിൾസ് കാണുക. എത്രയാ വരിക? 4 × 25 അല്ലേ. 4 25കൾ ചേർന്നാൽ എത്രയാ വരിക? 100 rupees അല്ലേ. 100 rupees എന്ന് എഴുതുക. ദെൻ പ്രൈസ് ഓഫ് 3 ഡസൻ ബ്ലൂ ബാംഗിൾസ് എത്രയാണെന്ന് കാണുക. 3 ഡസൻ ആകുമ്പോൾ എത്രയാ വരിക? 3 × 25 അല്ലേ. 3 25കൾ. അപ്പോൾ എത്രയാ വരിക? 75 rupees അല്ലേ. ഇസ് ഈക്വൽ ടു 75 rupees എന്ന് എഴുതുക. അപ്പോൾ ടോട്ടൽ പ്രൈസ് കാണാമല്ലോ. എന്ത് ചെയ്താൽ മതി? 100 + 75 കൂട്ടിയാൽ മതി അല്ലേ. 100 + 75 പറഞ്ഞാൽ 175. ഇനി അനദർ വേയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അനദർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് എ ഡസൻ ബാംഗിൾ എത്രയാണ്? 25 എന്ന് എഴുതുക. ഈ ടോട്ടൽ ഡസൻ 7 ഡസൻ. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രൈസ് കാണാമല്ലോ. 7 × 25 ചെയ്താൽ മതി അല്ലേ. അപ്പൊ 7 × 25 എങ്ങനെയാ കാണുക? ഫസ്റ്റ് 25നെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 20യും 5ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 20 × 7 കാണുക ഫസ്റ്റ്. അപ്പൊ 20 × 7 പറഞ്ഞാൽ 140. ദെൻ 5 × 7 കാണുക. എത്രയാണ്? 35 ആണ്. അപ്പൊ എന്താ വരിക? 140യും 35ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാ വരിക? 175. അങ്ങനെ 175 rupees എന്ന് എഴുതും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 425 ചേർന്നാൽ 100 ആണ്. 100ന്റെ കൂടെ പിന്നെ ഒരു 325 വന്നാൽ 75 വരും. 100ഉം 75ഉം 175 അങ്ങനെയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾസ്. ഇവിടെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് 6ന്റെ ടേബിൾ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54. Then 10 6 നമുക്ക് തന്നിട്ടുണ്ട് 60. 26 ആർ ആകുമ്പോൾ എത്രയാ വരിക? 2 6 are 12 ആണെങ്കിൽ 26 are 120. 36 are എത്രയാ വരിക? 3 6 are 18 ആകുമ്പോൾ 36 are എത്രയാ? 180. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ടേബിള്. ഇതിനടുത്ത് നോക്കൂ. 44 into can you do it in your head എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്യാൻ? നിങ്ങൾ 44നെ സ്പ്ലിറ്റ് ചെയ്യുക. 40യും 4ഉം ആയിട്ട് മാറ്റുക. 40 × 6 എത്രയാണ്? 240 ആണ്. ദെൻ 4 × 6 എത്രയാണ്? 24 ആണ്. ദെൻ 44 × 6 എത്രയാ വരിക? 240 + 24 എത്രയാ? 264. അങ്ങനെ ചെയ്യാം കേട്ടോ. റൈറ്റ് ദ ടേബിൾസ് ഓഫ് 7 8 and 9 ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 1 7s are 7, 2 7s are 14 അങ്ങനെ ടേബിൾ എഴുതുക. എന്നിട്ട് 10 7s are കാണുക. 20 7s are 30 7s are 40 7s are അങ്ങനെ ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെ 8ന്റെയും 9ന്റെയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണേ. ഡു ദീസ് കാൽക്കുലേഷൻ in your head. ഏതൊക്കെയാണ്? 110 × 6, 52 × 6, 38 × 6 ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 110 × 6 എങ്ങനെയാണ് ചെയ്യാൻ? നിങ്ങൾ 110നെ നിങ്ങൾ 100ഉം 10ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 100 × 6 എത്രയാണെന്ന് അറിയാലോ? 600 ആണ്. 10 × 6 എത്രയാണ്? 60 ആണ്. അപ്പോൾ 600ഉം 60ഉം എത്രയാ? 660 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് 52 × 6 ആണ്. 52നെ 50യും 2ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 50 × 6 എത്രയാണ്? 300 ആണ്. ദെൻ 2 × 6 എത്രയാണ്? 12. അപ്പോൾ 52 × 6 എത്രയാ? 300 + 12 312. ദെൻ 38 × 6 ആണ് പറഞ്ഞിരിക്കുന്നത്. 38 നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 38നെ 30 × 6 എന്ന് പറഞ്ഞാൽ 180. ദെൻ 8 × 6 എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ 38 × 6 എത്രയാ വരിക? 228 വരും അല്ലേ. മേക്ക് മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾ സ്വയം ചെയ്യുക കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ പൂക്കളം. ഇവിടെ പൂക്കളം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കി നോക്കൂ. ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് സർക്കിളിൽ 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നോക്കി നോക്കൂ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫുൾ ആയിട്ട് തന്നിരിക്കുന്നത് ഏതാ നോക്കുക. 5ഉം 3ഉം 15ഉം തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? 5 3s are 15 അല്ലേ. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കൂ. 5 7s are 35 എന്നും തന്നിട്ടുണ്ട്. പിന്നെ 5 × 17 ആണ് 85. അതും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് കണ്ടെത്തണം. നോക്കി നോക്കൂ. 5 × dash is equal to 15 ആണ്.
അപ്പോൾ എന്താ വരിക? 5ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 50 വരിക. അപ്പോൾ എന്ത് ചെയ്യുക? സർക്കിളിൽ 10 എന്ന് എഴുതുക കേട്ടോ. ദെൻ 5 × 15 എത്രയാണ്? 75 ആണ്. അത് അവിടെ എഴുതുക. 5ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 40 കിട്ടുക? 5 × 8 ആണ് അല്ലേ? 8 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, 5 × 12 എത്രയാണ് വരിക? 60 അല്ലേ? 60 എന്ന് ഫ്ലവറിൽ എഴുതുക. ദെൻ 5 × 6 എത്രയാണ് വരിക? 30 എന്ന് ഫ്ലവറിൽ എഴുതുക കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് കംപ്ലീറ്റ് ദ പാറ്റേൺ. ഫസ്റ്റ് വൺ നോക്കൂ, 3, 6, 9. ഇത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? 1 3s are 3, 2 3s are 6, പിന്നെ 3 3s are 9. പിന്നെ എന്താ വരിക? 4 3s are 12, then 15, 18 അങ്ങനെയല്ലേ വരിക. നെക്സ്റ്റ് നോക്കൂ, 4 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. നെക്സ്റ്റ് വരിക 12, 16, 20, 24 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ 28. അടുത്ത് നോക്കൂ, 27, 36, 45. ഇവിടെ 9ൻ്റെ ആണ് അല്ലേ? 9 9 വെച്ച് കൂടുകയാണ്. അപ്പോൾ എന്താ വരിക? 45 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എത്രയാണ്? 54, then 63, then 72. അടുത്തത് നോക്കൂ, 45, 40, 35. ഇവിടെ എങ്ങനെയാ? ഡിക്രീസിങ് ആണ് അല്ലേ? കുറയുകയാണ് ചെയ്യുന്നത്. 5 വെച്ചിട്ടല്ലേ കുറയുന്നത്? അപ്പോൾ നെക്സ്റ്റ് എത്ര വരിക? 30, then 25, then 20. അടുത്തത് നോക്കൂ, 15, 30, 45. ഇവിടെയോ 15 ആണല്ലേ കൂടുന്നത്. അപ്പോൾ എത്രയാണ് വരിക? 45 കഴിഞ്ഞാൽ 60, then 75, then 90. അടുത്തത് 25, 50, 75. ഇവിടെ 25 ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താ വരിക? 100, 125, then 150. അടുത്തത് നോക്കൂ, 100, 200, 300, 400, then എന്താ വരിക? 500, 600, 700. then the pattern I found out എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ കുറച്ച് പാറ്റേൺസ് ഇവിടെ എഴുതുക കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്, അത് നോക്കി നോക്കുക കേട്ടോ. Next, math fair. The math fair in Meenu's school had many competitions and there were 6 winners. They were given books as gifts. മീനുവിൻ്റെ സ്കൂളിലെ ഗണിതോത്സവത്തിന് കുറേ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 6 കുട്ടികൾ വിജയിച്ചു. അവർക്കൊക്കെ എന്താണ് സമ്മാനമായിട്ട് പുസ്തകം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 100 rupees. ഒരു ബുക്കിന്റെ വില എത്രയാ? 100 rupees ആണ്. When 6 books were bought, the price of each book was reduced by 5. 6 ബുക്ക് വാങ്ങിയപ്പോൾ ഒന്നിന് 5 രൂപ വെച്ചിട്ട് കുറച്ചു എന്നാ പറയുന്നത് കേട്ടോ. Then what is the total amount paid എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര രൂപ കൊടുത്തു എന്നാണ് കേട്ടോ ചോദ്യം. 2 മെത്തേഡിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ഓഫ് 1 ബുക്ക് എത്രയാ? നമുക്ക് തന്നിട്ടുണ്ട് 100 rupees അല്ലേ? ദെൻ പ്രൈസ് ഓഫ് 6 books എത്രയാ? 100 rupees ആണെങ്കിൽ 6 ബുക്കിന്റെ വില എത്രയാ? 600 rupees ആണ്. ദെൻ റെഡ്യൂസ്ഡ് എമൗണ്ട് കാണുക കേട്ടോ. എമൗണ്ട് റെഡ്യൂസ് ഫോർ ഈച്ച് ബുക്ക് 5 rupees ആണ്. ദെൻ എമൗണ്ട് റെഡ്യൂസ് ഫോർ 6 books അപ്പോൾ എത്രയാ വരിക? 6 × 5 30 rupees അല്ലേ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്രയാ? 600 മൈനസ് 30 എത്രയാ? 570 rupees. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു ബുക്കിന്റെ വില എമൗണ്ട് പെയ്ഡ് എത്രയാണെന്ന് കാണുക. അതെങ്ങനെയാ കാണുക? പ്രൈസ് ഓഫ് എ ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട് 100 rupees. ദെൻ എമൗണ്ട് റെഡ്യൂസ് ഫോർ എ ബുക്ക് എത്രയാണ്? 5 rupees ആണ്. ദെൻ എമൗണ്ട് പെയ്ഡ് ഫോർ എ ബുക്ക് എത്രയാണ്? 100 മൈനസ് 5 ചെയ്താൽ പോരെ 95 കിട്ടും അല്ലേ? അപ്പോൾ 95 rupees ആണ് എമൗണ്ട് പെയ്ഡ്. ഒരു ബുക്കിന് പേ ചെയ്ത എമൗണ്ട് അല്ലേ? ദ എമൗണ്ട് പെയ്ഡ് ഫോർ ബുക്ക്. ഇത് നമുക്ക് കാണാമല്ലോ. എമൗണ്ട് പെയ്ഡ് ഫോർ 6 books കാണാമല്ലോ. എന്ത് ചെയ്താൽ മതി? പ്രൈസ് ഓഫ് 6 books എങ്ങനെ കാണാം? 6 × 95 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്തിനാ കിട്ടുക? 570 rupees എന്ന് കിട്ടും. നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് പ്രൈസ് ഓഫ് 1 ബുക്ക് എത്രയാണ്? 95 rupees ആണ്. നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? 6 ആണ്. ടോട്ടൽ പ്രൈസ് എങ്ങനെയാണ് കാണാം? 6 × 95 570 rupees എന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, വാട്ട് കൈൻഡ്സ് ഓഫ് കറൻസി നോട്ട്സ് ക്യാൻ ബി ഗിവൺ ആസ് ദ പ്രൈസ് ഓഫ് ബുക്സ്. ബുക്കിന്റെ വിലയായിട്ട് ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിരിക്കുക എന്നാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് 500 rupeesന്റെ ഒരെണ്ണം, ദെൻ 50 rupeesന്റെ 1, ദെൻ 10 rupeesന്റെ 2. അപ്പോൾ 570 ആയല്ലോ. വേറൊരു മെത്തേഡ് നമുക്ക് എങ്ങനെ 570 rupees കൊടുക്കാം? 200 rupee നോട്ട് 2 notes കൊടുക്കുക. അപ്പോൾ എത്രയായി? 400 ആയി. ദെൻ 100 rupeeയുടെ 1 നോട്ട് കൊടുക്കുക. അപ്പോൾ 100 rupees. അപ്പോൾ 400ഉം 100ഉം എത്രയായി? 500 ആയി. ഇനി 70 rupees എന്ന് പറയുമ്പോൾ നമുക്ക് 50യുടെ 1 നോട്ടും 20യുടെ 1 നോട്ടും കൊടുത്താൽ 570 ആയല്ലോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യാം? 100ന്റെ 5 notes കൊടുക്കുക. അപ്പോൾ 500 ആയല്ലോ. ഇനി 70, ബാക്കി 70 rupeesഉം കൂടി ഉണ്ട് അല്ലേ? 570 ആണല്ലോ. 50യുടെ 1 നോട്ടും 20യുടെ 1 നോട്ടും കൊടുക്കുക. അപ്പോൾ 570 അങ്ങനെയും കൊടുക്കാം. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 200ന്റെ 2 notes കൊടുക്കുക. അപ്പോൾ 400 ആയി. ദെൻ 50യുടെ 3 notes കൊടുക്കുക. അപ്പോൾ 150 ആയി. ദെൻ 550 ആയി ഇപ്പോൾ ടോട്ടൽ അല്ലേ? ഇനി 20യുടെ 1 നോട്ട് കൊടുത്താൽ ആയല്ലോ 570 ആയാലോ. നമുക്ക് ഇങ്ങനെയും ചെയ്യാം.
ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ ഒരു 3 മെത്തേഡ്സ് പറഞ്ഞു. ബാക്കി മെത്തേഡ്സിലൊക്കെ നമുക്ക് എങ്ങനെ പേ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചെയ്ത് നോക്കണം കേട്ടോ. 10 currency notes were given to the bookseller. Which notes can they be? അതായത് ഈ ബുക്ക് സെല്ലറിന് 570 റുപ്പീസ് കൊടുത്തിരിക്കുന്നത് 10 കറൻസി നോട്ട്സ് ആയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 2 മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 500 റുപ്പീസ് 1 നോട്ട് കൊടുക്കുക. അപ്പോൾ 500 റുപ്പീസ് ആയല്ലോ. എന്ത് ചെയ്യുക, 10ന്റെ 5 നോട്ട്സ് കൊടുക്കുക. 10 നോട്ട്സ് വേണം കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് ഇപ്പോൾ എത്രയായി, 500ന്റെ 1ഉം 10ന്റെ 5 നോട്ടും ആയ 6 നമ്പേഴ്സ് ആയി അല്ലേ. നോട്ടുകളുടെ എണ്ണം 6 ആയി. 10ന്റെ 5 എന്ന് പറഞ്ഞാൽ എമൗണ്ട് എത്രയാ, 50 ആണ് അല്ലേ. അപ്പോൾ എമൗണ്ട് എത്രയായി, 550 ആയി. ഇനി ഒരു 20 ആണുള്ളത്. ആ 20 റുപ്പീസ് നമുക്ക് ഇനി എത്ര നോട്ട്സ് ആയിട്ട് കൊടുക്കണം, 4 നോട്ട്സ് ആയിട്ട് കൊടുക്കണം. 4 നോട്ട്സ് ആയിട്ട് 20 റുപ്പീസ് കൊടുക്കണമെങ്കിൽ 5 റുപ്പീസ് 4 നോട്ടായിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ റുപ്പീസ് 5 എന്ത് ചെയ്യുക, 4 നോട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ എമൗണ്ട് എത്രയാണ് വരിക, 20 വരും. അങ്ങനെ ടോട്ടൽ 570. നമ്പർ ഓഫ് നോട്ട്സ് എത്രയായി, 10 ആയല്ലോ. 10 നമ്പർ ഓഫ് നോട്ട്സ് ആയി, 570 റുപ്പീസ് ആയി. അങ്ങനെ ഒരു മെത്തേഡ് കേട്ടോ. അടുത്തത് നമുക്ക് എങ്ങനെ ചെയ്യാം, 200ന്റെ 2 നോട്ട്സ് കൊടുക്കാം. 200ന്റെ 2 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 400 റുപ്പീസ് ആയി. ദെൻ 100ന്റെ 1 നോട്ട് കൊടുക്കാം. അപ്പോൾ 100 റുപ്പീസ്. ഇനി ബാക്കി 7 നോട്ട്സ് വേണം 70 റുപ്പീസ് ആയിട്ട് അല്ലേ. 70 റുപ്പീസ് ബാക്കി 7 നോട്ട്സ് ആയിട്ട് കൊടുത്തിരിക്കണം. നമ്പർ ഓഫ് നോട്ട്സ് 10 ആവണമെങ്കിൽ. അപ്പോൾ എങ്ങനെ ചെയ്യാം, 10 റുപ്പീ നോട്ട്സ് 7 എണ്ണം കൊടുത്താൽ പോരെ. ഇപ്പോൾ 70 ആയല്ലോ, 570 റുപ്പീസ്. അങ്ങനെ ആയി. നമ്പർ ഓഫ് നോട്ട്സ് 10 ആയി കേട്ടോ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, 100ന്റെ 5 നോട്ട്സ് കൊടുക്കുക. അപ്പോൾ 500 റുപ്പീസ് ആയി. 20ന്റെ 2 നോട്ട്സ് കൊടുക്കുക. 40 റുപ്പീസ് ആയി. ഇപ്പൊ നമ്പർ ഓഫ് നോട്ട്സ് എത്രയായി, 7 നോട്ട്സ് ആയി. എമൗണ്ട് 540 ആയി. ഇനി എത്രയും കൂടി ഉണ്ട്, എമൗണ്ട് 30 റുപ്പീസും കൂടി ഉണ്ട്. അത് എത്ര നോട്ട്സ് ആയിട്ട് കൊടുക്കണം, 3 നോട്ട്സും കൂടി വേണം അല്ലേ. 10 നോട്ട്സ് ആവണമെങ്കിൽ. അപ്പോൾ 10 റുപ്പീ നോട്ട് 3 എണ്ണം കൊടുത്താൽ പോരെ. അപ്പോൾ 10 റുപ്പീ നോട്ട് 3 എണ്ണം കൊടുക്കുക കേട്ടോ. അപ്പോൾ 30 ആയല്ലോ. 570 റുപ്പീസ് ആയല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് 10 ആയി. നെക്സ്റ്റ്, ക്രിസ്മസ് ട്രീ. മീനു ബോട്ട് 5 പാക്കറ്റ്സ് ഓഫ് ട്രിംഗ്ലെറ്റ്സ് ടു ഡെക്കറേറ്റ് ഹെർ ക്രിസ്മസ് ട്രീ. എന്താണ്, മീനു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായിട്ട് ട്രിംഗ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതില്ലേ, അതിനാണ് കേട്ടോ. ട്രിംഗ്ലെറ്റ്സ് 5 പാക്കറ്റ്സ് വാങ്ങി. ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഈസ് 98 റുപ്പീസ്. ഒരു പാക്കറ്റ് ട്രിംഗ്ലെറ്റ്സിന്റെ റേറ്റ് എത്രയാണ്, 98 റുപ്പീസ് ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? ടോട്ടൽ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് ട്രിംഗ്ലെറ്റ് എത്രയാണ്, 98 റുപ്പീസ് ആണ് അല്ലേ. ദെൻ പ്രൈസ് ഓഫ് 5 പാക്കറ്റ്സ് ഓഫ് ട്രിംഗ്ലെറ്റ് എങ്ങനെയാ കാണുക, 5 × 98 അല്ലേ. 98 റുപ്പീസ് 5 എണ്ണം വേണം അല്ലേ. 5 × 98 കാണുക. എങ്ങനെയാ ചെയ്യുക നിങ്ങൾ, ഫസ്റ്റ് 98നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 90യും 8ഉം ആക്കി മാറ്റുക. ദെൻ 5 × 90 കാണുക. അപ്പോൾ എത്രയാ വരിക, 450 വരും. ദെൻ 5 × 8 കാണുക. എത്രയാ വരിക, 40. ദെൻ 450 + 40 കാണുക. എത്രയാ വരിക, 490 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 490 റുപ്പീസ് വേണം അല്ലേ 5 പാക്കറ്റ്സ് ഓഫ് ട്രിംഗ്ലെറ്റ്സ് വാങ്ങാനായിട്ട്. അനദർ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഇവിടെ 98 റുപ്പീസ് അല്ലേ ഒരു പാക്കറ്റിന് ട്രിംഗ്ലെറ്റ്സിൻ്റെ റേറ്റ്. അത് നമ്മൾ 100 ആക്കി എടുക്കുക കേട്ടോ. അതായത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് എന്ന് പറയുന്നത് 98 റുപ്പീസ് ആണ്. അത് 100 ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൈസ് ഓഫ് 5 പാക്കറ്റ്സ് കാണുക. അപ്പോൾ എത്രയാണ് വരിക, 5 × 100, 500. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പ്രൈസ് എടുത്തില്ലേ, നമ്മളിവിടെ 98 ആണ്, പക്ഷെ 100 ആക്കി എടുത്തു. അപ്പോൾ 2 റുപ്പീസ് ഓരോ പാക്കറ്റിനും 2 റുപ്പീസ് നമ്മൾ എക്സ്ട്രാ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 500 നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഓരോ പാക്കറ്റിനും 2 റുപ്പീസ് വെച്ചിട്ട് കുറയ്ക്കുന്നത് കാരണം നമ്മൾ 5 പാക്കറ്റ്സ് ഓഫ് ട്രിംഗ്ലെറ്റ്സിൽ 2 റുപ്പീസ് വെച്ച് കുറയ്ക്കണം അല്ലേ. അപ്പോൾ 5 × 2 എത്രയാ, 10 അല്ലേ. 10 നമ്മൾ എന്ത് ചെയ്യണം, 500 നിന്ന് കുറയ്ക്കുക. അപ്പോൾ 490 കിട്ടും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.